ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവർ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ മെയിനായിട്ട് ചെയ്യുന്ന രണ്ട് സ്കാനിങ്ങിനെ കുറിച്ചിട്ടാണ്. ND സ്കാനിങ്ങും അനോമലി സ്കാനിങ്ങും. ഈ രണ്ട് സ്കാനിങ്ങും എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇത് രണ്ടും ഞാൻ UAE-ലായിരുന്നു ചെയ്തത്. അവിടെ ഇവിടെയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അതുപോലെ തന്നെ ഇതിന് എത്രയാണ് റേറ്റ് അവിടെ വരുന്നത്, പിന്നെ ഇൻഷുറൻസ് ഇല്ലാതെ എന്തൊക്കെ പാക്കേജസ്, പ്രഗ്നൻസിയിലെ പാക്കേജസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, കുഞ്ഞിൻ്റെ ജെൻഡർ നമുക്ക് ഏത് മാസമാണ് അറിയാൻ പറ്റുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാരണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാത്ത വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ND സ്കാനിങ്ങിനെ കുറിച്ചിട്ട് പറയാം. ND സ്കാനിംഗ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ 3-ാമത്തെ മാസം ചെയ്യുന്ന സ്കാനിങ് ആണ് ഈ ഒരു സ്കാനിങ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു സ്കാനിങ്ങിലായിരിക്കും. ഇത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 11 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഉള്ളിൽ ആ ഒരു സമയത്താണ് ഈ ഒരു സ്കാനിങ് കൂടുതലും ചെയ്യുന്നത്. ഒരു ND സ്കാനിങ്ങിൽ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിനെ അക്യുമുലേറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ലെവലാണ് നോക്കുന്നത്. ആ ഒരു ലെവലിൻ്റെ ബേസിസിലാണ് എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. സോ ഈ ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ 14 വീക്സ് ഒക്കെ കഴിയുമ്പോൾ ഈ ഫ്ലൂയിഡ് നോർമലി അബ്സോർബ് ആയി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ ആഴ്ചയ്ക്കുള്ളിലാണ് ND സ്കാനിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ നേസൽ ബോണിൻ്റെ ഡെവലപ്മെൻറ്റും ഈ ഒരു സമയത്ത് നോക്കാറുണ്ട്. അതും നമ്മുടെ ഈ ഒരു ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് അതും എടുക്കാറുണ്ട്. സോ ഇത് രണ്ടിൻ്റെയും ബേസിസിലാണ് നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുന്നത്. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് ND സ്കാനിങ്ങിനെ കുറിച്ചിട്ട് പറയാനായിട്ട്. സോ ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഈ രണ്ട് സ്കാനിങ്ങും ചെയ്തത് UAE-ൽ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഗ്രോത്ത് സ്കാൻ ഞാൻ ഇവിടെ വന്നിട്ട് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ND സ്കാനിങ്ങിൻ്റെ എൻ്റെ റിപ്പോർട്ടാണ് ഇത് കേട്ടോ. ഇത് നോർമലി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഒരു ഫ്ലൂയിഡിൻ്റെ ലെവൽ നോക്കാറുണ്ട്. ഈ ഫ്ലൂയിഡിൻ്റെ ലെവൽ 3 mm കൂടുതലാണ് എങ്കിൽ എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെന്നും, അല്ലെങ്കിൽ 3 mm കുറവാണ് എങ്കിൽ നോർമൽ ആണെന്നുമാണ് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവർ പറഞ്ഞിരുന്നത് 1 mm ആണ് പറഞ്ഞിരുന്നത്. അതിന് ബ്രാക്കറ്റിൽ അവർ നോർമൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഹേർട്ട് ബീറ്റും അതുപോലെ പ്ലാസിൻ്റെയുടെ പൊസിഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ND സ്കാനിങ്ങിൽ മെൻഷൻ ചെയ്തിരിക്കും. സോ എനിക്ക് ഈ ഒരു സ്കാനിങ് ചെയ്തത് 12 വീക്സിലായിരുന്നു സ്കാനിങ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻലി എനിക്ക് വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്കാൻ ചെയ്തപ്പോഴത്തേക്കിന് നേസൽ ബോൺ ജസ്റ്റ് ഓസിഫൈഡ് എന്നാണ് കാണിച്ചിരുന്നത്. അതായത് നേസൽ ബോൺ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1 വീക്ക് കഴിഞ്ഞ് എനിക്ക് സ്കാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1 വീക്ക് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നേസൽ ബോൺ വിഷ്വലൈസ്ഡ്. സോ ഇതാണ് മെയിൻലി ND സ്കാനിങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇതാണ് ND സ്കാൻ റിപ്പോർട്ട് എന്നാണ്. ഈ ND സ്കാനിങ്ങിൻ്റെ കൂടെ നാട്ടിലാണെങ്കിൽ മെയിൻലി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടെസ്റ്റ് എനിക്ക് UAE-ൽ വെച്ച് ചെയ്തിട്ടില്ലായിരുന്നു. ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് ആ ഒരു സമയത്ത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുമില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ടെല്ലാം ഇവിടുത്തെ ഡോക്ടറിനെ കൊടുക്കുമല്ലോ. അപ്പോൾ ഡോക്ടർ എല്ലാം നോക്കിയതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും തരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ടെസ്റ്റ് എനിക്ക് ചെയ്തിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു UAE-ൽ ഇതത്ര നിർബന്ധമില്ല എന്ന് തോന്നുന്നു. അവർ ND സ്കാൻ റിപ്പോർട്ടിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവർ വേറെ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. കാരണം എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടും ഇല്ലായിരുന്നു. ND സ്കാൻ നോർമലാണ്, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പോയിട്ടേ ഉള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇപ്പോൾ UAE-ലാണ് നിങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെ ആ ഒരു ചിലപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഡോക്ടറിനോട് കേട്ടോ ഈ ഒരു ടെസ്റ്റ് ചെയ്യണോ വേണ്ടായോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ മെൻഷൻ ചെയ്തത്. സോ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു UAE-ലും ഇവിടുത്തെയും പ്രൊസീജിയേഴ്സും കാര്യങ്ങളുമായിട്ട്. അതുപോലെ തന്നെ ചില ടെസ്റ്റുകളൊന്നും UAE-ലും ഞാൻ മെയിൻലി നേരത്തെ പറഞ്ഞത് TT എന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നൻസിയിൽ ഇവിടെ എന്തായാലും 2 ഡോസ് TT എടുക്കാറുണ്ട്. പക്ഷേ UAE-ൽ ഈ TT എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഡോക്ടർ TT എടുത്തിട്ടില്ല എങ്കിൽ, പ്രഗ്നൻസിയിൽ TT എടുത്തിട്ടില്ലെങ്കിൽ ഡോക്ടറിനോട് നമ്മൾ അങ്ങോട്ട് ചോദിക്കുക TT എപ്പോഴാണ് എടുക്കുന്നത്, ഏത് വീക്കിൽ എടുക്കണമെന്നൊക്കെ അങ്ങോട്ട് ചോദിക്കുക കേട്ടോ. കാരണം ഞാൻ അവിടെ കാണിക്കുന്ന ഡോക്ടർ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു ഇവിടെ TT ഒന്നും അത്ര നിർബന്ധമുള്ള കാര്യമില്ല, പിന്നെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കുക, ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. സോ നമുക്ക് TT എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ 2 ഡോസ് TT നമ്മൾ UAE-ൽ വെച്ചിട്ടാണ് എടുത്തത്. സോ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ ടെസ്റ്റും പ്രൊസീജിയേഴ്സിനും ഒക്കെ UAE നാടുമായിട്ട്.
ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് 5-ാം മാസത്തിലെ സ്കാന്, അതായത് അനോമലി സ്കാൻ എന്ന് പറയും. സോ ഈ ഒരു അനോമലി സ്കാനിങ്ങിൽ മെയിനായിട്ട് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ഈ ഒരു അനോമലി സ്കാനിൽ അറിയാനായിട്ട് പറ്റും. അതായത് അനോമലി എന്ന് പറയുമ്പോൾ ആ ഒരു സ്കാനിങ്ങിൻ്റെ സമയത്ത് കുഞ്ഞ് അത്യാവശ്യം എല്ലാ ഓർഗൻസും ഡെവലപ്ഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഓർഗൻസ് ഫിസിക്കലായിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ഈ ഒരു സ്കാനിങ്ങിൽ അറിയാനായിട്ട് പറ്റും. ND സ്കാനിങ് പോലെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടൈം എടുക്കുമെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചും കൂടി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അനോമലി സ്കാൻ ചെയ്യാനായിട്ട്. കാരണം അവർ ഓരോ ഓർഗൻസും കാര്യങ്ങളും അത്രയും സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ടാണ് ഓരോന്നും മെൻഷൻ ചെയ്തെഴുതണം ആ ഒരു റിപ്പോർട്ടിനകത്ത്. സോ അത്രയും കാര്യമായിട്ട് നോക്കിയിട്ടാണ് ആ ഒരു സ്കാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. ഒരുപാട് ടൈം ഒന്നും എടുത്തിട്ടില്ല. ND സ്കാനിങ്ങിനേക്കാളും കുറച്ചുകൂടി ടൈം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അനോമലി സ്കാനിങ്ങിൽ. അതുപോലെ തന്നെ ഈ ഒരു സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്കാനിങ്ങിലും എനിക്ക് ND സ്കാനിങ്ങിലായാലും ഈ ഒരു സ്കാനിങ്ങിലായാലും ബ്ലാഡർ ഒന്നും ഫുള്ളാക്കി അങ്ങനെ ഒന്നും സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ND സ്കാൻ അനോമലി സ്കാൻ നമ്മൾ നോർമലി കുഞ്ഞ് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയി, അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്നായിരിക്കും കാണാൻ. പിന്നെ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ കുഞ്ഞിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ചിലപ്പോൾ ചിലരോട് പറയാറുണ്ട് കുറച്ചൊന്ന് നടന്നിട്ട് വരാനോ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാനോ ഒക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു കേസിൽ അത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. സോ എൻ്റെ ഒരു അനോമലി സ്കാൻ റിപ്പോർട്ട് ഞാൻ കാണിക്കാം. സോ എൻ്റെ അനോമലി സ്കാൻ റിപ്പോർട്ടായിരുന്നു ഇത്. ഈ ഒരു അനോമലി സ്കാനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ ഓർഗൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഓക്കെ ആണോ ഇല്ലയോ, എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ ഒരു സ്കാനിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ അതുപോലെ തന്നെ ഹേർട്ട് ബീറ്റ്, അതുപോലെ തന്നെ പ്ലാസെന്റൽ പൊസിഷൻ, അതുപോലെ സെർവിക്കൽ ലെങ്ത്, അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം തന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കുഞ്ഞിൻ്റെ എത്ര വീക്സ് ആയിട്ടുണ്ട് എന്ന് ഇതിൽ നോക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ. നോർമലി ഞാൻ ഈ ഒരു സ്കാനിങ് 21 വീക്സിലാണ് തോന്നുന്നു ചെയ്തത്. പക്ഷെ സ്കാൻ ചെയ്ത് ആ ഒരു ഇത് വെച്ചിട്ട് 19 വീക്സ് ആണ് കുഞ്ഞിന് കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ അന്നാണ് എന്നോട് കുറച്ചൊരു ഫുഡൊക്കെ കുറച്ചുകൂടി ശരിയാക്കണം, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇവിടെ ഗ്രോത്ത് സ്കാൻ ചെയ്തപ്പോൾ അത് അങ്ങനത്തെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ഒരു സ്കാനിങ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 2 വീക്സ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഞാൻ പറഞ്ഞോട്ട് ഓരോ ഓർഗൻസും ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. ഹെഡ്, നെക്ക്, ഫേസ്, തൊറാക്സ്, ഹേർട്ട്, അബ്ഡോമൻ, കിഡ്നി, ഇങ്ങനെ എല്ലാ ഓർഗൻസിനെ കുറിച്ചിട്ട് ഈ ഒരു സ്കാനിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് അനോമലി സ്കാനിങ്ങിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തും അനോമലി സ്കാനിങ്ങും എനിക്കൊരു 2 വീക്സ് കഴിഞ്ഞിട്ട് റിപ്പീറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മെയിനായിട്ട് ഞാൻ മെയിനായിട്ട് ഈ ഒരു സ്കാനിങ് 18 വീക്സ് തൊട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞിന് ഈ ഒരു സ്കാനിങ് വെച്ചിട്ട് 19 വീക്സിൻ്റെ ഗ്രോത്താണ് കാണിക്കുന്നത്. സോ കാർഡിയാക് ആക്ടിവിറ്റി അറിയാനായിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വീക്സ് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാർഡിയാക് ആക്ടിവിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോർമലാണെന്ന് പറഞ്ഞ് രണ്ടാമത് ഒരു കാർഡിയാക് ആക്ടിവിറ്റി നോർമലാണെന്ന് പറഞ്ഞ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് റിപ്പീറ്റേഷൻ പറഞ്ഞിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി മിക്കവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ UAE വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ജെൻഡർ പറഞ്ഞു തരുമോ, ഏത് മാസമാണ് അറിയാനായിട്ട് പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും മിക്കവർക്കും ഏതാണെന്ന് അറിയാൻ, അതായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോർമലി 5-ാമത്തെ മാസത്തെ അനോമലി സ്കാൻ കഴിയുമ്പോൾ നോർമലി അവർ നമ്മുടെ കുഞ്ഞിൻ്റെ ജെൻഡർ പറഞ്ഞു തരും കേട്ടോ. അത് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ തന്നെ അതിങ്ങോട്ട് പറഞ്ഞു തന്നോളൂ. സോ അതാണ് അവിടുത്തെ പ്രൊസീജിയർ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നോർമലി ഈ 2 സ്കാനിങ്ങിലും കുറിച്ച് പറയാനാവും. പിന്നെ മിക്കവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവിടെ UAEയിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ എത്രയാണ് കോസ്റ്റ്, എത്ര രൂപയാവും, നമുക്ക് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും, ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ. നോർമലി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ ഇതിനൊന്നും അത്ര റേറ്റ് ഒന്നും ആവത്തില്ല, വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ആവത്തുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. സോ ഇൻഷുറൻസ് ഇല്ലാത്തപ്പോൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ. സോ എനിക്ക് ഈ 2 സ്കാനിങ്ങിനും കൂടി എത്രയാണെന്ന് വെച്ചാൽ, നോർമലി നമുക്ക് ഓരോ ക്ലിനിക്സിലും ഇങ്ങനത്തെ സ്കാനിങ്ങിനൊക്കെ റേറ്റ് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിവിടെ പല പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പല സ്കാനിങ് സെൻറ്ററിലും കുറച്ച് റേറ്റിന് വ്യത്യാസം കാണത്തില്ലേ, അതുപോലെ തന്നെയാണ് അവിടെയും പല വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ ഫീസും പല ക്ലിനിക്സിലും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഞാൻ ചെയ്ത ക്ലിനിക്കിൽ എനിക്ക് ND സ്കാനിങ്ങിൽ 350 ദിർഹംസ് ആയിരുന്നു ആയത്. അതുപോലെ അനോമലി സ്കാനിങ്ങിന് 450 ദിർഹംസ് ആയിരുന്നു ആയത്.
സോ അത് നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് അല്ലേ. എനിക്ക് ഇവിടെ NT സ്കാനിങ് അനോമലി സ്കാനിങ് ഒക്കെ എത്ര റേറ്റ് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഞാൻ ഗ്രോത്ത് സ്കാൻ ഇവിടെ 2 വന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു ഗ്രോത്ത് സ്കാൻ ചെയ്യാൻ 900,000 ആ ഒരു റേഞ്ച്, ഒരു സ്കാനിങ് സെൻറ്ററിൽ 800 ആയിരുന്നു, ഒരിടത്ത് 900 ആയിരുന്നു. ആ ഒരു റേഞ്ചിലാണ് അത്രേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത് UAE ചെയ്യുകയാണെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും നമ്മുടെ നാട് വെച്ച് അത് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ. ഒരിക്കലും UAE നിൽക്കുമ്പോൾ നാട്ടിൽ വെച്ചിട്ട് നാട്ടിലെ എമൗണ്ടുമായിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് കൺവേർട്ട് ചെയ്തിട്ട് പറയാനായിട്ട് പറ്റില്ല. അവിടുത്തെ എമൗണ്ട് അവിടുത്തെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവിടുത്തെ ഇപ്പോൾ 450 ദിർഹംസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ വരുമ്പോൾ ഇത്രയും രൂപയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് അവിടുത്തെ വാല്യൂ വെച്ചിട്ടാണ് നമുക്കത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പൈസയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്തൊന്നും ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ എന്തായാലും നമ്മൾ നാട്ടിൽ വരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എല്ലാം നല്ലതെന്ന് വെച്ച് നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഇൻഷുറൻസ് ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കും. നിങ്ങൾ പ്രഗ്നൻ്റ് ആയി പക്ഷേ ഇൻഷുറൻസ് ഇല്ല, അപ്പം പക്ഷേ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് നോക്കാം. പക്ഷേ പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെ ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പാക്കേജസ് ഉണ്ട്. പാക്കേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നോർമൽ ഡെലിവറിക്ക് ഇത്ര എമൗണ്ട് അങ്ങനെ കാണുമല്ലോ, അതേപോലെ തന്നെ അവിടെ ഒരു നോർമൽ ഡെലിവറി പാക്കേജസ് എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ചെറിയ ഓഫേഴ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ പാക്കേജസ് ഒക്കെ പറയാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 6,000 5,000 ആ ഒരു റേഞ്ചിലൊക്കെ നോർമൽ ഡെലിവറിക്ക് പാക്കേജസ് വരാറുണ്ട്. അത് നിങ്ങൾ ഓരോ ക്ലിനിക്കിൽ ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നിടത്ത് തന്നെ അന്വേഷിച്ചാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഞാൻ കണ്ടായിരുന്നു തുമ്പെ ഹോസ്പിറ്റലിൽ, അവിടെയൊക്കെ അത്യാവശ്യം ഇങ്ങനത്തെ പാക്കേജസ് ഒക്കെ കുറച്ച് കുറവ് കാണിക്കാറുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ഇപ്പോൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ ഇതുപോലുള്ള പാക്കേജസ് എടുക്കുന്നതാണ്. അല്ലെങ്കിൽ അത്യാവശ്യം ഇതിലും കൂടുതൽ എമൗണ്ട് എന്തായാലും ആവത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ നോർമൽ ഡെലിവറി പാക്കേജ് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മളിപ്പം പ്രഗ്നൻസിയിൽ മറ്റ് ടെസ്റ്റിസിന് കാര്യങ്ങൾ, അതായത് ഒരു 7 മന്ത് വരെയുള്ള ഒരു പാക്കേജ് അങ്ങനത്തെയൊക്കെ ആയിട്ട് ഓഫേഴ്സിൽ ഇങ്ങനെ വരാറുണ്ട് ചില ക്ലിനിക്ക്. ഇത്ര എമൗണ്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പൈസ കൊടുക്കുന്നതിനേക്കാളും. കാരണം നമുക്ക് ഈ ഒരു സ്കാനിങ്ങിൻ്റെ എമൗണ്ട് മാത്രമല്ല വരുന്നത്, പിന്നെ നമ്മൾ 2 വീക്സ് കൂടുമ്പോൾ ഡോക്ടറിനെ കാണുന്ന ഡോക്ടർ ഫീസ് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സ്കാനില്ലേ, ആദ്യം നോർമൽ കുഞ്ഞ് യൂട്രസിലാണ് വളരുന്നത് ആ ഒരു സ്കാനിങ് ഉണ്ട് നോർമലി ആദ്യം നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സ്കാനിങ്ങിന് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കും. ഗ്ലൂക്കോസ് ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് TT എടുക്കുന്നത്, അതുപോലെ ഇഞ്ചക്ഷൻ എക്സ്ട്രാ വന്നാൽ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് ടെസ്റ്റസിന് അവിടെ നമ്മൾ പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ ഓരോ ദിനം. ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 6 മന്തിൻ്റെ എല്ലാ ടെസ്റ്റസിനും കാര്യങ്ങൾക്കും ആയിട്ടൊക്കെ 6 മന്ത് 7 മന്തിനുള്ളിലുള്ള ഇങ്ങനെ അങ്ങനത്തെ ഓഫേഴ്സ് ഇടാറുണ്ട്. സോ ഞാൻ ഈ ഒരു ഓഫർ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കൊരു 5-ാം മാസമൊക്കെ ആയപ്പോഴാണ് ഞാൻ കാണിക്കുന്ന ക്ലിനിക്കിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കാണുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ എടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇതേ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ കാണിക്കുന്ന ക്ലിനിക്കിൽ അന്വേഷിക്കുക, ഇങ്ങനെ എന്തെങ്കിലും പാക്കേജസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നിങ്ങളൊരു 7 മന്ത് 8 മന്ത് ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് വരുന്നുള്ളൂ എങ്കിലും അങ്ങനത്തെ പാക്കേജസോ കാര്യങ്ങളോ ഒക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാ ഇതിനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ